ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയപ്പെട്ട ഭക്തരെ, നിങ്ങൾക്ക് താങ്ങായി ആരും ഇല്ല എന്ന തിരിച്ചറിവിൽ ജീവിക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം ആർജിക്കുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം തകർന്നു പോകുന്ന അവസ്ഥയിൽ പോലും തളർന്നു വീഴാതെ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതായിരിക്കും. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ആപത്ഘട്ടങ്ങളിൽ മഹാദേവൻ തൻ്റെ ഭക്തരെ സ്വയം ചേർത്ത് പിടിക്കുന്നതായിരിക്കും. ആ സമയം നിങ്ങൾക്കില്ലാത്ത ഒരു അജ്ഞാതമായ ശക്തി നിങ്ങളിലേക്ക് വന്നെത്തും. ഒരു വ്യക്തിയുടെ കുറ്റബോധമില്ലാത്ത ഭൂതകാലവും ആത്മവിശ്വാസമുള്ള വർത്തമാനകാലവും ആ വ്യക്തിക്ക് ഭയമില്ലാത്ത ഒരു ഭാവി പ്രദാനം ചെയ്യുന്നു. ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും മറ്റാരെയും പേടിക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്നാൽ ഇതൊരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും തെറ്റുകൾ ചെയ്തു കൂട്ടാനുമുള്ള സ്വാതന്ത്ര്യം ആകരുത്. മഹാദേവൻ നിങ്ങളോട് പറയുന്നു, ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികൾ കാരണം ആരുടെയും ജീവിതത്തിൽ ഇരുട്ട് നിറയ്ക്കാതിരിക്കുക. പ്രപഞ്ചനാഥൻ, ദേവാദിദേവനായ മഹാദേവൻ തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നതാണ്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ധാര. മഹാദേവൻ്റെ ഭക്തർ ഏറ്റവും ഭക്തിയോടുകൂടി ഭഗവാനെ തൊഴുമ്പോൾ കണ്ണുകൾ നിറയുന്നു. നമ്മളിൽ നിന്ന് അറിയാതെ ശിവനാമങ്ങൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല, മഹാദേവൻ്റെ പ്രിയഭക്തർക്ക് സ്വപ്നത്തിലൂടെ മഹാദേവൻ്റെ ദർശനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ത്രിശൂലം, രുദ്രാക്ഷം, ചന്ദ്രക്കല എന്നിവയും സ്വപ്നത്തിലൂടെ കാണുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഭക്തരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു നിറയുന്നു. എല്ലാവരിലും മഹാദേവൻ തൻ്റെ അനുഗ്രഹം ചൊരിയുന്നു. എല്ലാ ഭക്തരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ഓം നമഃ ശിവായ.